ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അതായത് നിധി ചിക്കൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കുഴിയൊക്കെ കുത്തിയിട്ട് അതിനകത്ത് വെച്ചിട്ട് അതിനുള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയാണ് നിധി ചിക്കൻ. നമ്മൾ ചിക്കൻ കറിയായിട്ട് വെച്ചിട്ട് കുഴിക്കകത്ത് വെച്ച് ദം ചെയ്തിട്ട് എടുക്കുന്ന ഒരു രീതിയാണ്. അരമണിക്കൂറോളം കുഴിക്കകത്ത് ഈ ഒരു ചിക്കൻ വെക്കും. അപ്പോൾ ആ ചിക്കൻ്റെ അകത്തിലെ ഫ്ലേവർ എല്ലാം അതിനകത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. കാരണം ആ ഒരു തീക്കനലിൽ ഇരുന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആവും ആ ചൂട് കൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് ഈ നിധി ചിക്കൻ. അതുപോലെ ഇതിലേക്ക് കുറേ നമ്മുടെ ഒരു സാധാരണ നിധി എന്ന് പറയുമ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ കുഴിച്ചെടുക്കുമ്പോഴാണല്ലോ നിധിയാകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ടയും ബദാം, കാഷ്നട്ട് അങ്ങനെ കുറേ ഐറ്റംസ് വെച്ച് ഒരു അലങ്കാരമായിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ അടിയിലായിട്ടാണ് ഈ ചിക്കൻ കറി വരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള, തീർത്തും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ നിധി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ കുറച്ചധികം ഉണ്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും. പക്ഷേ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഈ നിധി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനിലെ കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോഴാണ് ആ നിധി ചിക്കൻ്റെ ആ ഒരു പേര് തന്നെ അത് കറക്റ്റ് ആവുന്നത്. കാരണം നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുഴിച്ചെടുക്കുമ്പോഴാണല്ലോ നിധിയാവുന്നത്. അപ്പോൾ ആ കുറേ ഐറ്റംസ് കഴിഞ്ഞ് ആ ചിക്കൻ പാത്രത്തിലിരിക്കുമ്പോഴാണ് അതിന് ആ ഒരു പേര് തന്നെ അർത്ഥമാകുന്നത്. അതുകൊണ്ട് ഐറ്റംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള പീസാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു വലിയ തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലയുടെ ഇതിലുള്ള 2-3 ഗ്രാമ്പു, ഒരു ഏലക്ക, കറുവാപ്പട്ട അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവ് പെരിഞ്ജീരകം. പിന്നെ ഒരു വലിയ പീസ് അല്ലിയായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ മല്ലിപ്പൊടിക്ക് പകരം പച്ച മല്ലിയാണ് എടുക്കുന്നത്. ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ ഇതിലേക്ക് കുറച്ചധികം കൂടുതലിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ നിധിക്കോഴിയിലേക്ക് നമ്മുടെ ഗാർണിഷിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഇതെല്ലാം ഏറ്റവും മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മുടെ ചിക്കൻ കറി നമ്മൾ വെക്കുന്നത്. ഇത് കുറച്ച് ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമ്മൾ മുറിച്ചിട്ടെടുക്കും, കുരു കളഞ്ഞിട്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി നമുക്ക് വേണം ഇതിനായിട്ട്. പിന്നെ 2 കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 4 കാടമുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടി ഉള്ളതാണ്. പിന്നെ കുറച്ച് ഞാൻ ബദാം കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് അരച്ച്, കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് ഈ ബദാം എടുത്തിരിക്കുന്നത്. ഈ ബദാമും കുറച്ച് കാഷ്യൂനട്ട്, 3-4 പീസ് കാഷ്യൂനട്ടും കൂടെ കൂട്ടിയാണ് ഞാൻ അരച്ചൊരു പേസ്റ്റാക്കി ചിക്കനിലേക്ക് ഇടുന്നത്. പിന്നെ മുളക് പൊടി അധികം ഞാൻ ഇടുന്നില്ല. 1 ടീസ്പൂൺ അളവിൽ, ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടിക്ക് പകരം ഞാൻ നമ്മുടെ ഫ്രഷ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇത് വെളിച്ചെണ്ണയിലാണ് ഈ ചിക്കൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ കറിയാക്കിയിട്ട് നമ്മളൊരു കുഴിയിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം അതിൻ്റെ അകത്തൊരു അരമണിക്കൂർ കലം ഇറക്കി വെക്കണം. ഇതൊരു കലത്തിലാണ് ഇത് വെക്കുന്നത്. കലം ഇറക്കി വെക്കണം. അതിനുശേഷം വേണം അതിൻ്റെ മൂടി തുറക്കാൻ. കാരണം ആ ഒരു ദമ്മായിട്ടാണ് ഈ നിധി ചിക്കൻ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇത് ആവുന്നത്. ആ രീതിയാണ് ഈ നിധി ചിക്കന് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ നിധി ചിക്കന് ഉണ്ടാക്കുന്നത് സാധാരണ പാത്രത്തിലല്ല, ഇതുപോലുള്ള ഒരു കലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മൺകലമാണ്. ഈ ഒരു കലത്തിലാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് ഒരു വാഴയില കൊണ്ട് ഇതിൻ്റെ മൂടി കവർ ചെയ്തിട്ട് ഒരു കുഴിക്കകത്തോട്ട് ഒരു അരമണിക്കൂർ ഇറക്കി വെക്കണം. അത് കഴിഞ്ഞ് ആ കുഴിക്കകത്ത് മണ്ണും ഇട്ട് മൂടിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് എടുക്കാൻ. അപ്പം ദമ്മായിട്ട് ആ ചിക്കനിലേക്ക് ആ ഫ്ലേവറെല്ലാം നല്ലതായിട്ട് പിടിച്ച് നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റായിട്ട് വരും.
അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ നിധി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ നിധി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കലമാണ് എടുത്തിരിക്കുന്നത്. കല ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് തീ കൂട്ടരുത്, ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കലം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചാണ്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ഏതെങ്കിലും സ്പൂൺ എടുക്കുന്നതാണ് നല്ലത്. കാരണം കാലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് വിസ്താരമില്ലാത്തതുകൊണ്ട് ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് ഇതാണ്. അതുകൊണ്ട് ചെറിയ സ്പൂണാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഈ സവാള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാമറയിൽ അത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പെരിഞ്ചീരകവും ഫ്രഷ് മല്ലിയും കൂടെ പൊടിച്ച് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമുക്ക് ഫ്രഷ് മല്ലിപ്പൊടിയേക്കാൾ ഫ്രഷ് മല്ലി ചേർക്കുന്നതാണ് നല്ലത്. ഇറച്ചിക്കറികൾക്കാണെങ്കിലും അങ്ങനെയുള്ള ഏത് കറികൾക്കാണെങ്കിലും അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ ഇതും മല്ലിപ്പൊടിയും കൂടെ മല്ലി പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരിക്കലും കൂടുതൽ വേണ്ട, കാരണം ഇതിന് നമ്മൾ പെപ്പറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ മൺകലമായതുകൊണ്ട് എപ്പോഴും കുറച്ച് ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ. ഒരുപാട് തീ കൂട്ടണ്ട. നമുക്ക് കലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് ശരിക്കും ക്യാമറയിൽ അങ്ങ് കിട്ടുന്നില്ല ഉള്ളിൽ. ഇതാ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ മസാല ആയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പെപ്പർ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർക്കുന്നത്. പെപ്പർ കുറച്ച് എരിവ് ഇതിന് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ഇടേണ്ടത്. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരുവിധം മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ചിക്കൻ ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് ബദാം വെള്ളത്തിലിട്ടത് നമുക്ക് ഇതിലേക്ക് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഇതിലേക്ക് ചേർക്കണം. നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പാത്രത്തിലാണെങ്കിൽ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. പക്ഷേ ഇതൊരു മൺകലമായതുകൊണ്ട് എണ്ണ കുറച്ച് പെട്ടെന്ന് വലിച്ചെടുക്കും കലം. അതുകൊണ്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കപ്പളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ 1/4 വേവ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ബദാമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കറി നന്നായിട്ട് കുറുകി വരും. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതും കൂടെ ചേർക്കുമ്പോൾ ഇറച്ചിക്കറിക്ക്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഈ ഒരു ചിക്കൻ മൂടി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ചിക്കൻ റെഡി ആയിട്ട് വരും. അതിന് ശേഷം വേണം നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഈ കലം അതിനുള്ളിലേക്ക് ഇറക്കി ഒരു അരമണിക്കൂർ വെക്കേണ്ടത്. അപ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആ ചൂടിലിരുന്ന് നമ്മുടെ കലത്തിലേക്ക് ആ ഒരു ചൂടൊക്കെ കയറി നന്നായിട്ട് ആ ചിക്കനിലേക്ക് എല്ലാ ഫ്ലേവറും ഇറങ്ങത്തുള്ളൂ. നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു 5 മിനിറ്റും കൂടെ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടയും നമ്മളെടുത്ത് വെച്ച ഈന്തപ്പഴവും ബദാമും ഒക്കെ വെച്ച് ഒരു നിധി ആക്കണം ഈ ചിക്കൻ. അതിനുശേഷം വേണം നമുക്ക് ഇതൊന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ച് ദമ്മാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോട്ടെ. നമ്മുടെ നിധി ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുട്ട, പിന്നെ നമ്മുടെ മുന്തിരി, കാഷ്യൂനട്ട്, ബദാം, ഈന്തപ്പഴം ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കുഴിയിലേക്ക് ഇത് ഇറക്കി ഒരു അരമണിക്കൂർ വെക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാം. നമ്മുടെ കാടമുട്ടയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ട്, നമ്മുടെ ബദാമൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കലത്തിനുള്ളിലേക്ക് ഞാൻ മുട്ടയും ബദാമും മുന്തിരിയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ നിധിക്കോഴി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾഭാഗം നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ ഒരു വാഴയില കൊണ്ടും കവർ ചെയ്തിട്ട് ഒന്ന് കെട്ടും. എന്നിട്ടാണ് നമ്മുടെ കുഴിയിലേക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യുന്ന ഇതിൻ്റെ നമ്മൾ കുഴിയിലോട്ട് ഇറക്കി വെക്കുമ്പോൾ മുകളിൽ മണ്ണൊന്നും വീഴാതിരിക്കാനാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വാഴയില കൂടി വെച്ചിട്ട് ഞാൻ വാഴയിലയുടെ നാര് കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് കെട്ടുവാണ്. നമ്മുടെ ഈ നിധി ചിക്കൻ വെക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കുഴി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തീക്കനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ചിക്കൻ ആക്കിയ കാലം ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ കാലം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നല്ല ചൂടാണിത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് അരമണിക്കൂർ ഈ ഒരു കുഴിക്കകത്ത് ഈ ചിക്കൻ ഇരിക്കണം. അതിനുശേഷം വേണം നമുക്ക് ഈ കുഴിയിൽ നിന്ന് ഈ ചിക്കന് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. ഈ കുഴിയുടെ മുകളിലേക്ക് ഫുള്ള് മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഴി ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ കുഴിയിൽ നിന്ന് നമ്മുടെ ചിക്കന് എടുക്കാൻ. അപ്പോൾ അരമണിക്കൂർ കഴിയട്ടെ. നമ്മുടെ
കുഴിയിലിപ്പോൾ നിധി ചിക്കൻ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിരിക്കുന്നു. ഞാനിപ്പോൾ ഈ മണ്ണ് മാറ്റി കുഴിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഇതൊന്നും ഒട്ടും നമ്മുടെ ഈ കറിയിലേക്ക് ഒട്ടും മണ്ണ് ഒന്നും ആവത്തില്ല. നല്ല ചൂടാണ്, കാരണം നമ്മുടെ തീയിൽ ഇരുന്നത് കൊണ്ട് നല്ല ചൂടാണ് ഇതിന്. ഇപ്പോൾ ഇതിനി എടുത്തിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ നിധി ചിക്കൻ കുഴിയിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിനകത്തിലെ മുട്ടയും നമ്മൾ വെച്ച് കാഷ്യൂനട്ട് ബദാം എല്ലാം കൂടെ മിക്സായിട്ട് ആ നിധി ആയിട്ടുള്ള ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ വാഴയിലൊക്കെ മാറ്റുകയാണ്. നമ്മുടെ നിധി ചിക്കൻ നിധി പോലെ മുകളിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ മാറ്റിയിട്ട് വേണം ചിക്കൻ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എടുക്കാൻ. നമ്മുടെ മുട്ടയും നമ്മുടെ ബദാമും കാഷ്യൂനട്ടും എല്ലാം കൂടെ ഇതിലേക്ക് ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാം ഓരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ നിധി ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മുട്ടയും ഈന്തപ്പഴവും കാഷ്യൂനട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു നിധി അടങ്ങിയിട്ടുള്ള ഒരു ചിക്കനാണിത്. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ തന്നെയാണിത്. ഇനിയിപ്പോൾ കുഴിയിലല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചിക്കൻ കറി ആക്കിയിട്ട് കുഴിയിൽ വെക്കാതിരുന്നാൽ മതി. പക്ഷേ ശരിക്കും നിധി ചിക്കൻ എന്ന പേരിൽ തന്നെ നമ്മൾ കുഴിയിൽ നിന്ന് ആ ചിക്കൻ എടുക്കുമ്പോഴാണ് അതിന് ആ പേര് തന്നെ അർത്ഥമാകുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ ഒരു കുറച്ച് ചാറോട് കൂടി ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർത്തും നമുക്ക് നല്ല ഡ്രൈ ആക്കി വേണമെന്നുണ്ടെങ്കിലും ഈ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു നല്ല അപ്പത്തിനൊപ്പം ഇടിയപ്പത്തിനൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്